നമ്മളുടെ ആദ്യ റെഗുലർ ക്ലാസ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മളുടെ ഔദ്യോഗിക പഠനം ആരംഭിക്കുന്നത്. 4 സുവിശേഷങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. നാം അറിയും പോലെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷങ്ങൾ വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രമല്ല. യേശുക്രിസ്തുവിന് ഒരു സമ്പൂർണ്ണ ജീവചരിത്രം ചമയ്ക്കുക പ്രായോഗികവുമല്ല. ഇത് യോഹന്നാൻ്റെ തന്നെ അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നു, യേശു ചെയ്ത മറ്റ് പലതുണ്ട്. അവ പുസ്തകരൂപത്തിലാക്കി വായിക്കുകയോ പഠിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്താണ് 4 സുവിശേഷങ്ങൾ? 4 സുവിശേഷങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠനാധിഷ്ഠിതമായ ജീവിതശൈലിയിലെ ചില ഭാഗങ്ങളാണ്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശുക്രിസ്തുവിൽ നിന്ന് നാം എന്തു പഠിക്കണം, എന്താകുന്നു അവിടുത്തെ അനുശാസനങ്ങൾ എന്ന് ഉൾക്കൊണ്ടുള്ള പ്രായോഗിക പഠനങ്ങളുടെ ഒരു നേർചിത്രമാണ് 4 സുവിശേഷങ്ങൾ. ഈ 4 സുവിശേഷങ്ങളെ പറ്റി ഒരു പൊതുവിവരണം ആവശ്യമാണ് സത്യത്തിൽ. പക്ഷേ അത് മത്തായിയുടെ സുവിശേഷം പഠിക്കുന്ന ഒരു ഘട്ടത്തിലാകാം എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അങ്ങനെ പഠിക്കുന്ന വേളയിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചരിത്രപരമായി തന്നെ പറയേണ്ടി വരും. തുടർമാനമായി ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ തന്നെ പോകുന്നത് നമ്മുടെ പഠനത്തെ കുറേ വിരസമാക്കാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് 4 സുവിശേഷങ്ങളുടെ ഒരു സംക്ഷിപ്തം പറഞ്ഞിട്ട് യോഹന്നാനിലേക്ക് വരിക എന്ന ആ ഒരു ശൈലി തൽക്കാലം ഞാൻ ഉപേക്ഷിക്കുന്നു. മാത്രമല്ല, നമ്മുടെ പഠിതാക്കൾ അധികം പേരും കൃത്യമായി തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല, ഈ ക്ലാസ്സിൽ വളരെ റെപ്യൂട്ടഡായ ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്, ദൈവദാസന്മാരുണ്ട്, ആ ബൈബിൾ കോളേജ് അധ്യാപകരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിശാലമായൊരു ലിസ്റ്റാണ്. അവിടെ നമ്മൾ കൂടുതൽ അത്തരത്തിലുള്ള ഒരു ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്കേതായാലും നിർദ്ദിഷ്ടമായ ആ പഠന വഴിയിലൂടെ തന്നെ മുമ്പോട്ട് പോകാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം സുവിശേഷം എന്നാണ് നാം ഇതിന് പറയുക. കാരണം ഇതിൻ്റെ സ്ഥാനം 4-മതായതുകൊണ്ടാണ്. അല്ലാതെ സുവിശേഷത്തിൻ്റെ നിലവാരം മറ്റ് 3-നേക്കാൾ കുറഞ്ഞു എന്ന അർത്ഥത്തിലല്ല. വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് ഈ 4-ാം സുവിശേഷം. ആദ്യം നമുക്ക് ഈ 4-ാം സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനെ പറ്റി ഒന്ന് ഗ്രഹിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ അറിയുന്നത് പോലെ യോഹന്നാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഞാനും നിങ്ങളും അറിയുന്നത് പോലെ സെബദി എന്നാണ്. അമ്മയുടെ പേര് ശലോമി എന്നുമാണ്. ഈ ശലോമിയെ ചരിത്രപരമായി വിശുദ്ധ മറിയത്തിൻ്റെ ഇളയ അനുജത്തിയായി പരിഗണിച്ചു വരുന്നു. അങ്ങനെയാണ് പാരമ്പര്യങ്ങളിൽ. ഏതായാലും മറിയത്തിൻ്റെ ഇളയ സഹോദരിയായ ശലോമിക്ക് സെബദിയിലുണ്ടായ കുട്ടി, അല്ലെങ്കിൽ അവരുടെ ഭർത്താവായ സെബദിക്ക് വേദപുസ്തക വീക്ഷണം അനുസരിച്ചുള്ള മക്കളിൽ യോഹന്നാനും ഉൾക്കൊള്ളുന്നു, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബും ഉൾക്കൊള്ളുന്നു. അപ്പോൾ യാക്കോബ്, യോഹന്നാൻ ഇവർ സഹോദരന്മാരാണെന്നും യാക്കോബിൻ്റെ പേര് പല ഘട്ടങ്ങളിലും ആദ്യം പറയുന്നത് കൊണ്ട് ജ്യേഷ്ഠൻ യാക്കോബായിരുന്നുവെന്നും അനുജൻ യോഹന്നാനായിരുന്നുവെന്നും കാണുന്നു. ഇതൊന്നുമല്ല കാര്യം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവുമായും ഇവർക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരിയാണ് യോഹന്നാൻ്റെ അമ്മയായ ശലോമി. ആ അർത്ഥത്തിൽ യേശുവും യോഹന്നാനും ജ്യേഷ്ഠാനുജന്മാരാണ്. ജ്യേഷ്ഠത്തി അനുജത്തി മക്കളാണ്. ചരിത്രപരമായിട്ടുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്താവ്യം. ഏതായാലും അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഒരു കുഞ്ഞനുജനായിട്ട് യോഹന്നാൻ വരും. ശരിയായ പ്രൊനൗൺസിയേഷൻ യുഹാന എന്നാണ്. യുഹാന. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ബൈബിളിലെ കഥാപാത്രങ്ങളോട് പേരുകൊണ്ട് നീതി പുലർത്തുന്നത് ഇംഗ്ലീഷ് ഉച്ചാരണമല്ല, മലയാള ഉച്ചാരണമാണ്. യാക്കൂബ്, യുഹാന, പൗലുസ്, ലൂക്കോസ്, മത്തായി, ഇങ്ങനെയൊക്കെ തന്നെയാണ് ബൈബിളിൻ്റെ യഥാർത്ഥ ഭാഷകളിൽ, മൂലഭാഷകളിലൊക്കെ കാണുന്നത്. മാത്യു, മാർക്ക്, ഈ പ്രയോഗങ്ങളൊക്കെ ഇംഗ്ലീഷ് വൽക്കരിച്ച പേരുകളാണ്. അപ്പോൾ യുഹാനയിലേക്ക് നമുക്ക് വരാം. യുഹാന എന്ന തന്നെയും തൻ്റെ സഹോദരനായ യാക്കൂബിനെയും ചേർത്തുകൊണ്ട് കർത്താവ് വിളിച്ച പേര് ഇടിമക്കൾ എന്നാണ്. സൺസ് ഓഫ് തണ്ടർ എന്നാണ് വിളിച്ചത്. രസവഹമായ ഒരു പ്രയോഗം.
ഇടിമക്കൾ എന്ന് കർത്താവ് വിളിച്ചതിൻ്റെ പൊരുളൊന്നും നമുക്കറിയില്ല. ഊർജ്ജസ്വലതയാകും അതിൻ്റെ കാരണം ഇവരുടെ പ്രയോഗങ്ങളിലും നീക്കങ്ങളിലും ഒരു ചടുലത കാണാം, വലിയൊരു ആവേശം കാണാം. വളരെ അഗ്രസീവാണ് കാര്യങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ അവർ കാട്ടുന്നത്. മാത്രമല്ല, ഈ യോഹന്നാൻ തൻ്റെ 5 കൃതികളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പോലും ഇടിമകൻ എന്ന് പറയുന്ന പേരിനെ അർത്ഥമാക്കുന്ന വിധം തൻ്റെ സ്ഫോടനാത്മകമായ സന്ദേശത്തിൻ്റെ പ്രഖ്യാപനം, അതിലൊന്നും പ്രായത്തിൻ്റെ അലസതയോ ഒന്നും വരാതെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം കാട്ടുന്ന പുതുമ വളരെ വലുതാണ്. അങ്ങനെയുള്ള യോഹന്നാൻ്റെ മനോഹരമായ എഴുത്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സുവിശേഷം ഉൾക്കൊണ്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലെ വൾഗർ കൊയിനെ അഥവാ സെമിറ്റിക് കൊയിനെ എന്നറിയപ്പെടുന്ന 3ാം നിര ഭാഷയിലാണ് ഗോസ്പൽ ഓഫ് ജോൺ എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എഴുത്തുകാരനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. യോഹന്നാനെ പറ്റിയുള്ള ചരിത്രം: അദ്ദേഹം സബദി പുത്രനായിരുന്നുവെന്നും അദ്ദേഹം ബേസൈദ കടൽക്കരയിൽ ജീവിച്ചു പോന്നിരുന്ന ആ പരിസര പ്രദേശങ്ങളിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളിൽ അവിടെ പാർത്തിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു എന്നുമാണ് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ബൈബിളിൻ്റെ അകത്തു നിന്നുള്ള തെളിവുകൾ തരുന്ന ഉള്ളടക്കങ്ങൾ. അങ്ങനെയാണ്. ഇനി യോഹന്നാനിലേക്ക് തന്നെ നമ്മൾ കടന്നാൽ കാണാൻ പറ്റുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ സുദീർഘമായ ജീവിതത്തിലെ ശുശ്രൂഷയാണ്. വളരെ ചെറുപ്പത്തിലെ യേശുവിനൊപ്പം അദ്ദേഹം കൂടി. അദ്ദേഹത്തിന് യേശുവിനെ അനുഗമിക്കുമ്പോൾ കൊച്ചു കുട്ടിയായിരുന്നു. പ്രായം നമുക്ക് നിശ്ചയമില്ല. അദ്ദേഹം ഒരു കുട്ടിയായിരുന്നു, ബാല്യമായിരുന്നു. അപ്പോൾ ഒരു 20 വയസ്സൊക്കെ കഷ്ടി കാണുമെന്ന് ധരിക്കാം. ആ പ്രായത്തിലൊക്കെ യേശുവിൻ്റെ ഒപ്പം ചേർന്നിട്ട് യേശുവിൻ്റെ ഓരം ചാരിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കൗമാരം വിട്ടുമാറാത്ത പ്രായത്തിൽ ആണ് യേശുവിൻ്റെ ഓരം ചാരിയിരിക്കുന്നത്. അപ്പോൾ അത്ര കണ്ട് യേശുവിനെ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. യേശുവിനും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ്റെ ഒരു വലിയ പ്രത്യേകത തൻ്റെ സുവിശേഷത്തിൽ ഒരിടത്ത് പോലും തൻ്റെ പേര് പറയുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ജീവിതത്തിലുടനീളം യോഹന്നാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെടാനാണ്. വലിയ ഒരു സന്ദേശമാണിത് തരുന്നത്. പലപ്പോഴും നമ്മൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, അത് തെറ്റൊന്നുമല്ല. പക്ഷേ അമിതമായ ഒരു വാഞ്ച ചിലർക്കുണ്ടായിട്ട് കഴമ്പില്ലാത്ത ഉള്ളടക്കങ്ങളിലൂടെ അറിയപ്പെടാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അത് എത്രമാത്രം ഈ യോഹന്നാനോ അടക്കമുള്ള ദൈവദാസന്മാരുടെ ജീവിതവുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ചെറിയ മനുഷ്യരാണെന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിളാണ്, ചില ആളുകൾ എങ്ങനെയും ഒരു പേരുണ്ടാക്കണം. ആ പേരിന് വേണ്ടി കുറേ പാട്ടെഴുതുന്നു. ആ പാട്ടിൽ താളവും രാഗവും ഭാവവും ഒന്നും കാണത്തില്ല. പക്ഷേ തൻ്റെ ആ പേരൊന്ന് വരണം, അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു. ഒരാൾ നമുക്ക് വേണ്ടി നമ്മുടെ പേരെടുത്ത് പതിറ്റ് ചെയ്യുന്നത് തെറ്റായിരിക്കില്ല. പക്ഷെങ്കിൽ നാം തന്നെ നമ്മുടെ പേര് വരത്തക്ക വിധത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളായിത്തീരാറുണ്ട്. കാര്യമായി പഠിപ്പില്ലാത്ത മനുഷ്യർ, അവർ കഠിനാധ്വാനം ചെയ്ത് ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകളെപ്പോലെ അവരും ഓണറ്റി ഡോക്ടറേറ്റുകൾക്ക് വേണ്ടി പണം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഒരു സ്പേസാണ്. ഞാൻ ആ വഴിക്ക് ഒത്തിരി പോകുന്നില്ല, അത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുത്തും. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. മറുവശത്തേക്കാണ് വരേണ്ടത്. കാരണം ഈ ക്ലാസ്സുകൾ കേവലം അക്കാഡമിക്കൽ കുറേ നോളജ് ഉണ്ടായി പോവുക എന്നതിനപ്പുറത്ത് നമ്മുടെ അകത്തെ മനുഷ്യനെ കൂടി അത് ബിൽഡപ്പ് ചെയ്യാൻ, നമുക്ക് സ്വയം ശാക്തീകരിക്കാൻ, സ്വയം ശുദ്ധീകരിക്കാൻ, ഒരു ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷന് ഇത് പഠനം കാരണമാകണം. അതിനുള്ള ചില സന്ദേശങ്ങൾ എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് പോലെ ലഭിക്കുമ്പോൾ ഈ കൂടെ പറഞ്ഞു എന്ന് വരാം. അങ്ങനെ മാത്രം എടുത്താൽ മതി. ഏതായാലും യോഹന്നാൻ തൻ്റെ പേര് എഴുതുന്നില്ല. യോഹന്നാൻ തന്നെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് യേശുവിനെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടുതലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം യേശുവിനെക്കുറിച്ച് പറയുക, യേശുവിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കുക. അങ്ങനെയുള്ള ഒരു രചനാ വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റൊന്ന്, യോഹന്നാൻ്റെ എഴുത്തുകാരൻ എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ 5 കൃതികളുടെ വലിയ സംഭാവനയാണ്. 3 ലേഖനങ്ങൾ അദ്ദേഹം തരുന്നു. അത് ഈടുറ്റ ലേഖനങ്ങളാണ്, നല്ല കഴമ്പുള്ള ലേഖനങ്ങളാണ്. അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെതാണ് ഈ വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന കാലത്തിൻ്റെ അദ്ദേഹം കടന്നുപോയ ദുരിതപൂർണമായ അന്തരീക്ഷങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആ അന്തരീക്ഷത്തിൽ കൂടി കടന്നുപോയ ഈ വലിയ മനുഷ്യന് ഒടുക്കം അനവധിയായ പ്രതിസന്ധികൾ ഡൊമീഷ്യൻ കൈസറുടെ കാലത്ത് AD 95 നേരിട്ടുവെന്നും അദ്ദേഹത്തെ തിളച്ച എണ്ണയിൽ മുക്കി വകവരുത്താൻ ശ്രമിച്ചിട്ട് അത്ഭുതകരമായൊരു വിടുതൽ അദ്ദേഹത്തിന് സംഭവിച്ചെന്നും തദനന്തരം പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് അദ്ദേഹത്തെ തടവുപുള്ളിയായി അയക്കുന്നു. കൽക്കരിക്കനിയിലെ തൊഴിലാളികൾക്കിടയിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടെന്നും പ്രായാധിക്യം കൊണ്ട് അടിമകളെ ഉപയോഗരഹിതമായി വരുന്ന ഘട്ടത്തിൽ കൊണ്ടു തള്ളുന്ന ദ്വീപായിരുന്നെന്നും ഒക്കെ ചരിത്രത്തിൽ കാണുന്നു. സർവോപരി വല്ലപ്പോഴും മാത്രം തങ്ങളെ തേടിയെത്തുന്ന ഒരു കപ്പലിൽ
അവർക്കുള്ള ഫുഡ് കൊണ്ടുവരും. ആ ഫുഡ് ഈ സൂപ്പും അത്യാവശ്യം അപ്പമൊക്കെ ആയിരിക്കും. ഇതുകൊണ്ട് കരക്കൊണ്ടിട്ട് കൊടുത്തിട്ട് പോകും. ഈ അപ്പത്തിന് വേണ്ടി ദിവസങ്ങൾ ഭക്ഷണം കിട്ടാത്ത മനുഷ്യരും അവിടെ നിൽക്കുന്ന കഴുകന്മാരും മൃഗങ്ങളും എല്ലാം ചേർന്ന് അടിപിടി കൂടും. അങ്ങനെ ആഹാരം കിട്ടാത്ത മനുഷ്യന് തമ്മിൽ തല്ലുന്ന, കൊല്ലുന്ന, ജീവച്ഛവങ്ങളായി മാറുന്ന മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യർക്കിടയിലാണ് യോഹന്നാൻ ജീവിച്ചിരുന്നത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആവേശകരമായൊരു പ്രയോഗം കാണുന്നത്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. തടവുപുള്ളികൾക്ക് നടുവിൽ, ഈ ക്രൂരന്മാരുടെ നടുവിൽ തൻ്റെ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ശരീരം കൊത്തിവലിക്കാൻ മരണം കാത്തു കഴിയുന്ന കഴുകന്മാരുമൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ ആത്മവിവശനായി. എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കി. യേശുവിൻ്റെ ദർശനം എനിക്ക് അവിടെ വച്ച് കിട്ടി. ആ ദർശനത്തിൽ ഞാൻ കണ്ട കാഴ്ചകളിതാ 7 സഭകൾക്ക് വേണ്ടി എഴുതുന്നു. സഭകളത് ഉലകത്തിലെല്ലായിടത്തും വായിച്ചു കേൾപ്പിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട വചസ്സുകളായി കരുതണം എന്നൊക്കെയുള്ള നിലയിലെ മനോഹര സന്ദേശം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം എഫസോസിൽ മടങ്ങിയെത്തുമെന്നും പിന്നീട് സ്വാഭാവിക മരണം ലഭിച്ചെന്നും കുറേ നാൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആ ഭൗതിക ശരീരം സംസ്കരിക്കുക സൂക്ഷിച്ചു വെച്ചു എന്നുമൊക്കെയാണ് ചരിത്രവും അതുപോലെ തന്നെ പാരമ്പര്യവുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് നമുക്ക് അധികം പോകാൻ നമ്മുടെ മുമ്പിൽ റിസോഴ്സസ് ഇല്ല. പിന്നെ ഒന്ന് പറയട്ടെ, ഈ മഹാനായ വ്യക്തിത്വത്തിൻ്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ പോളികാർപ്പ്. അദ്ദേഹത്തെ നമുക്കറിയാം, അതിക്രൂരമായ വധശിക്ഷയ്ക്ക് വിധേയപ്പെട്ട പോളികാർപ്പ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു താരമാണ്. ചുരുക്കത്തിൽ തൻ്റെ ശിഷ്യനും തന്നെപ്പോലെ കരുത്തുള്ള ഒരുവനായി തീരത്തക്ക വിധം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര ഊർജ്ജപ്രസരണങ്ങൾ ഉള്ളതായിരുന്നു എന്ന് നമുക്ക് സ്വയം പഠിക്കാം. ഏതായാലും ഈ മഹത്തരായ ആ കൃതിയുടെ പഠിതാക്കളാകാൻ നമുക്ക് സാധിച്ചു. വിശുദ്ധ യോഹന്നാൻ നമുക്ക് തന്ന മനോഹര പാഠങ്ങൾ നമുക്ക് അഭ്യസിച്ചു പോകാം. എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അത്രയും കൊണ്ട് ആ പരാമർശം ഒതുക്കുന്നു. ബാക്കിയുള്ളവ ഏതോചിതം നോട്ടിലൂടെയൊക്കെ നമുക്ക് ലഭിക്കാം. നിങ്ങൾ കാത്തിരിക്കുക. ഏതായാലും മറുവശത്തിലേക്ക് വരാം. അപ്പോൾ യോഹന്നാൻ്റെ ഈ കൃതികളിൽ 4-5 കൃതികളിൽ സുവിശേഷം വേറിട്ട ഒന്നാണ്. ഇതുപോലെ സമഗ്രതകളിലേക്ക് കടക്കാൻ മറ്റൊരു എഴുത്തുകാരന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. സെയിൻറ്റ് പോളിന് ഒത്തിരി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് സെയിൻറ്റ് പോൾ. പക്ഷേ സെയിൻറ്റ് പോളിന് എസ്കറ്റോളജിയിൽ വളരെ ലീസ്റ്റായിട്ടുള്ള അറിവുകളെ, വെളിപ്പാടുകളെ ദൈവം കൊടുത്തുള്ളൂ. എന്നാൽ യോഹന്നാന് യേശുവിനെ പറ്റി മാത്രമല്ല, വരാഴിക്കുന്ന ജീവിതത്തെപ്പറ്റി, നിത്യതയെപ്പറ്റി ഒക്കെ ഗഹനമായ കാഴ്ചകൾ നൽകിക്കൊടുത്തു. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിൻ്റെ ഓരം ചാരി ഇരുന്നാൽ ഒരിക്കലും നമുക്ക് വിശ്രമമില്ല. 95-ാം വയസ്സിലും അദ്ദേഹം ആർജിച്ചെടുത്ത ആ കൃപ കണ്ടില്ലേ? ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ, ആരോഗ്യദായകമായ വ്യായാമങ്ങൾ ചെയ്യുന്നതിനേക്കാൾ, യോഗ ചെയ്യുന്നതിനേക്കാൾ ക്രിസ്തു യോഗ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ആ മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവുമായുള്ള ഈ യൗകിക ബന്ധത്തിൻ്റെ, ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ വാർദ്ധക്യം പോലും അദ്ദേഹത്തിന് ക്ഷീണം വരുത്തിയില്ല. വാർദ്ധക്യത്തിലും എന്തൊരു ഓർമ്മശക്തിയാണ് ആ മനുഷ്യൻ്റെ. 95 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ് 7 മുദ്രകളെപ്പറ്റി, 7 കാഹളങ്ങളെപ്പറ്റി, 7 കലശങ്ങളെപ്പറ്റി, 7 നൂതനങ്ങളെപ്പറ്റി, 7 ഇടിയും നാദം മുഴക്കുന്നതിനെപ്പറ്റി, 7 നിലവിളക്കളെപ്പറ്റി, 7 സഭകളെപ്പറ്റി കൃത്യമായി മാത്തമറ്റിക്സ്, ഗണിതം ഉദ്ധരിച്ചു സംസാരിക്കുന്നു. അതിൻ്റെ അടുക്കും ചിട്ടയും എത്ര ഗംഭീരമാണ്. അതിൽ കണ്ട ആ തത്വശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ ഈ വൃദ്ധൻ ഓർത്തിരുന്നിട്ട് പിന്നീട് ഓർമ്മയിൽ അത് കുറിച്ചെടുത്ത് നമുക്ക് വേണ്ടി പകർത്തി തരിക എന്ന് പറയുമ്പോൾ അതിൽ ദൈവാത്മാവിൻ്റെ സഹായമുണ്ട്. പക്ഷേ ദൈവാത്മാവിൻ്റെ സഹായം ഉള്ളപ്പോൾ തന്നെ അത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഒരിക്കലും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരാളെയും ദൈവം ഉപയോഗിക്കുകയില്ല. അപ്പോൾ വിക്ടറി ഓർ ദ സക്സസ് ഓഫ് അവർ ലൈഫ് ഡിപ്പെൻഡ് അപ്പോൺ ദ കമ്മിറ്റ്മെൻറ്റ്. നമ്മുടെ കമ്മിറ്റ്മെൻറ്റിനെ, നമ്മുടെ ഡെഡിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ സക്സസ്, നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ വിജയത്തിന് നമുക്ക് ഏത് പ്രായത്തിലും ആ യൗവനത്തിൻ്റെ തുടിപ്പ് ഓർമ്മയും നിലനിർത്താൻ, ഊർജ്ജസ്വലത നിലനിർത്താൻ നമ്മുടെ മുമ്പിലെ വഴിയാണ് അരുമനാഥൻ്റെ പാദപീഠ വരിക, അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക, ആ ഹൃദയ തുടിപ്പ് നമ്മൾ സ്വാംശീകരിച്ചെടുക്കുക, ആ കർത്താവിൻ്റെ സന്നിധി വിട്ടുപോകാത്ത ആ ഉന്മേഷം എപ്പോഴും പ്രാപിക്കുക. അത് നമ്മുടെ മനസ്സിനെ കരുത്തുറ്റതാക്കും, നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തും, നമ്മുടെ ചിന്തകൾക്ക് നല്ല പ്രസരണം തരും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് കഴിയട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും യോഹന്നാനെ പറ്റി ദീർഘമായി പറയേണ്ടതുണ്ട് എങ്കിലും നമ്മുടെ പഠനത്തിന് ആവശ്യമുള്ള ചില ടിപ്സ്, അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ മതിയല്ലോ. അപ്പോൾ അടുത്തത്, ഈ പുസ്തകത്തിൻ്റെ അത് രചിച്ച കാലയളവിൽ ചില സമൂഹങ്ങളെക്കുറിച്ച് കൂടി പഠിക്കണം. ചില ആളുകൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറേ മനുഷ്യർ, അന്നത്തെ കുറേ കമ്മ്യൂണിറ്റീസ്, അത് പറയുന്നതാണ് നല്ലത്, കുറേ സമുദായങ്ങൾ, അത് മുഴുവൻ സുവിശേഷ പഠനത്തിനും പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അതിലൊരു കൂട്ടരാണ് സദൂക്യർ എന്ന് പറയുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളിനി ഈ കക്ഷികളെ കാണും, സദൂക്യർ, അതുപോലെ തന്നെ പരീശന്മാർ,
എരിവുകാർ, ശാസ്ത്രിമാർ, ഇങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സിനെ കാണും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒരു ചെറിയ വിശദീകരണം ഞാൻ തന്നിട്ട് ഇതിലേക്ക് വരുന്നതാണ് നല്ലത്. കാരണം പരീശന്മാർ അവനോട് എന്ന് പറയുമ്പോൾ ഈ കക്ഷികളെ ഒന്ന് പഠിക്കണമല്ലോ. ആദ്യം പറയട്ടെ, ആരാണ് ഈ സദൂക്യരെന്ന് പറയാം. സദൂക്യരുടെ ഉത്ഭവത്തെപ്പറ്റി നമ്മുടെ മുമ്പിൽ കുറച്ചറിവുകൾ മാത്രമേ ഉള്ളൂ. സദൂക്യർ, സാദൂസീസ് എന്ന് പറയുന്ന ഈ വർഗം സാദോക്ക് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ, ഒരു ലേവ്യ പുരോഹിതൻ്റെ വിപരീത പഠിപ്പിക്കലുകളിൽ ആകൃഷ്ടരായി തീർന്ന ഒരു സമൂഹമാണ്. ഇവർക്ക് ദൈവവിശ്വാസമുണ്ട്, മതവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഇവർ ഈ മത അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അത്ര തൽപരരായ മനുഷ്യരല്ല. ദൈവം ഉണ്ടായിക്കോട്ടെ, ഒരുതരം പ്രായോഗിക അഗ്നോസ്റ്റിക്കുകളായിരുന്നു ഇവർ. അത് പറയുന്നതാണ് ശരി. അഗ്നോസ്റ്റിക്കുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കുക. കാരണം ദൈവം ഉണ്ടാകാം, ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവർ വളരെ കർശനമായി എതിർത്ത, പരിഹസിച്ച ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ആത്മാവ് എന്നൊന്നില്ല, മനുഷ്യന് ആത്മാവെന്നൊന്നില്ല. ഡൈക്കോട്ടമസാണ് അവർ വിശ്വസിച്ചിരുന്ന തിയറി. ദൈവത്തിന് മനുഷ്യന് ആത്മാവ് എന്നൊന്നില്ല. മൃഗത്തെ പോലെ ശരീരവും പ്രാണനുമേ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് തന്നെ മരണം കഴിയുന്നതോടെ സകലതും കഴിഞ്ഞു, പിന്നൊരു ജീവിതമൊന്നുമില്ല. അതാണ് ഒരു പഠിപ്പിക്കൽ. ഇപ്പോൾ സദൂക്യരുടെ ഒരു പഠിപ്പിക്കൽ മനസ്സിലായല്ലോ. കർത്താവ് പറഞ്ഞു സദൂക്യരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. ആ പുളിച്ച മാവിലെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എന്തെന്നാണ്? ആത്മാവില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. രണ്ടാമതൊരു പറഞ്ഞത്, ഈ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ദൂതറിയിക്കുന്ന സന്ദേശവാഹകരായ ദൂതന്മാർ എന്ന ആ പ്രയോഗം വളരെ തെറ്റാണ്. അങ്ങനെ ദൂതന്മാരൊന്നുമില്ല, അങ്ങനെ മാലാകമാർ എന്നൊരു ഗ്രൂപ്പൊന്നുമില്ല, അതും തെറ്റാണ്. അപ്പോൾ ദൂതന്മാരിൽ അവർ വിശ്വസിച്ചില്ല, ആത്മാവിൽ അവർ വിശ്വസിച്ചില്ല. മൂന്നാമതായിട്ടുള്ള അവരുടെ വിശ്വാസം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചില്ല. ആത്മാവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയർപ്പുമില്ല. അപ്പോൾ ഉയർപ്പില്ല എന്ന് പറയുമ്പോൾ അത് ആത്മാവില്ല എന്ന് പറയുമ്പോൾ ഉയർപ്പില്ലെന്നും വരുന്നു, മരണാനന്തര ജീവിതം ഇല്ലെന്നും വരുന്നു. അവ കണക്റ്റഡാണ്. പിന്നൊന്നാണ് ദൂതന്മാരുടെ അസ്തിത്വത്തിൽ, ദൂതന്മാരുടെ എക്സിസ്റ്റൻസ് ഓഫ് ഏഞ്ചൽസ് ഓർ മലാക്കിസ്, ഈ മലക്കിൻ്റെ അല്ലെങ്കിൽ ദൂതഗണങ്ങളുടെ എക്സിസ്റ്റൻസിൽ അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഇവർ ഒരുതരം പ്രായോഗിക നിരീക്ഷകന്മാർ തന്നെയല്ലേ. കാരണം ദൈവം ഉണ്ടാകാം, ദെയർ മേ ബി എ ഗോഡ് ഹൂ നോസ് എന്ന് പറയുന്ന പോലെ ഉണ്ടാകാം, ഇല്ലായിരിക്കാം. അങ്ങനത്തെ ഒരുതരം ആളുകളാണ്. ഒരുതരം അന്നത്തെ കാലത്തെ വലിയ താർക്കികരാണ്. ഇവരാണ് യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞത്, ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരിച്ചു, ആ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിപ്പിച്ചു, അങ്ങനെ 6-7 എണ്ണം കഴിഞ്ഞു, ഒടുക്കം പുനരുദ്ധാനത്തിൽ ആർക്ക് ഭാര്യയാകും എന്ന് ചോദിക്കുകയും യേശു അതിന് യുക്തമായ മറുപടി പറയുകയും ചെയ്യുന്ന രംഗം തിരുവെഴുത്തിലുണ്ട്. അപ്പം നിങ്ങൾ ഇനി നമ്മൾ സംസാരിച്ച് വരുമ്പോൾ സദൂക്യരെന്ന് പറയുമ്പോൾ ഇത്തരം കക്ഷികളെയാണ് യേശു പരാമർശിച്ചതെന്നും സദൂക്യരുടെ പുളിച്ച മാവ് എന്നുള്ള പ്രയോഗം ഇവരുടെ പഠിപ്പിക്കലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ സദൂക്യർ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തതിലേക്ക് പോകുന്നത് പരീശന്മാരാണ്, ഫാരസീസ്. ഈ ഫാരസീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രായോഗികമായിട്ട് കുറേ കാപഢ്യം നിലനിൽക്കുന്ന തരത്തിലെ ഒരു വിശ്വാസ സമൂഹമാണ്. അവർ വലിയ സമൂഹത്തിൻ്റെ മധ്യേ വലിയ ഭക്തിയുടെ ബാഹ്യവേഷം ധരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ശക്തിയെ ത്യജിക്കുമെന്ന് അപ്പോസ്തലൻ പറയുന്ന തരത്തിലുള്ള ആളുകളാണ്. ഇവർ പരസ്യമായിട്ട് ദശാംശം കൊടുക്കാൻ തൽപരരാണ്. എന്നുവെച്ചാൽ ഞാൻ കൊടുക്കുന്ന ആളാണ് എന്നറിയത്തക്ക വിധത്തിലുള്ള ആളുകളാണ്. നമ്മുടെ ഇടയിൽ കൊണ്ടിരുന്ന് ഒരു ചാരിറ്റി വല്ലതും ചെയ്തിട്ട് അത് 10 പേര് കാണണം, അറിയണം എന്നുള്ളതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ഒരു വിവാഹ സഹായമൊക്കെ ചെയ്തിട്ട് അത് സ്റ്റേജിൽ വിളിച്ച് മനുഷ്യന് കൊടുക്കുക, മറ്റുള്ളവരെ കാണിക്കത്തക്ക വിധത്തിൽ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞ വാക്യം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല. ആ സ്പോൺസറുടെ പേര് എടുത്തെടുത്ത് പറയണം. എന്നാൽ ഇതൊന്നും പറയരുത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഞാൻ ചെയ്തു എന്ന് ഒരു വിധത്തിലും അറിയരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. ആട്ടെ, IBTയിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ല. നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം, കർത്താവേ, അടിയൻ എന്തെങ്കിലും നന്മ ചെയ്താൽ അത് മറ്റൊരുവൻ അറിയാതിരിക്കട്ടെ, വീട്ടിൽ പോലും ആരും അറിയാതിരിക്കട്ടെ, സഹധർമ്മിണി അറിയാതിരിക്കട്ടെ, സഹോദരിയാണ് ചെയ്തതെങ്കിൽ പ്രിയപ്പെട്ടവൻ അറിയാതിരിക്കട്ടെ, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. അത് ഒരിക്കലും ദൈവം അത്തരം കാര്യങ്ങളിൽ നമ്മളെ കടത്തിലാക്കുന്ന ദൈവമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൽ കാണേണ്ടത് നമ്മൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതെന്ന് ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഇത്തരത്തിൽ മനുഷ്യർക്ക് വിളങ്ങേണ്ടെന്ന് ചെയ്യുന്ന തരത്തിലെ കാപഢ്യക്കാരായിരുന്നു പരീശന്മാർ. ഈ ഫാരസീസ് ഒത്തിരി ടൈപ്പുണ്ട്. ചില ആളുകൾ ഈ ചന്തസ്ഥലത്ത് വന്നിട്ട് ഈ ചതകുപ്പയും ജീരകത്തിനുമൊക്കെ എണ്ണി പതാരം കൊടുക്കും. 1, 2 എന്നൊക്കെ എണ്ണിയിട്ട് ജീരകം 9 എണ്ണം എണ്ണിയിട്ട് 10ാമത്തേതെടുത്ത് മാറ്റി വെക്കും. അതൊക്കെ എത്രമാത്രമാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു ചന്തയിൽ ചെന്നാൽ ഇവർ ഈ എണ്ണം എടുക്കുന്നതുകൊണ്ട് നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര ബഹളമാണ്. കണക്ക് കൂട്ടുന്ന പരീശൻ എന്നൊക്കെ രസാവഹമായിട്ട് ഇവരെ വിളിക്കാറുണ്ട്. ഇനി ഒരു കൂട്ടരുണ്ട്, ഇവരിലെ ഒരു വല്ലാത്ത സ്വഭാവമാണ്, ഈ ഭൂമി വളരെ മോശപ്പെട്ടൊരു സ്ഥലമാണ്, അപ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ഇരിക്കുന്നില്ല. കാരണം ഭൂമി മലിനമാണ്, മലിനമായി ഭൂമിയിൽ ഇരിക്കാൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് ഇയാൾ
ഒരു തൂണ് നാട്ടിയിട്ട് ആ തൂണിൽ വിലങ്ങനെ ഒരു ക്രോസ് ബാർ കെട്ടിയിട്ട് അതിൽ കയറുമൊക്കെ വെച്ച് കെട്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ട് ഈ തൂണിൽ കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ട് അവരെ തിരുവെടുത്ത് വായിക്കും. എന്തിനാന്ന് വെച്ചാൽ വഴിയെ പോകുന്ന മനുഷ്യർ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും, എന്ത് ചെയ്യാം സുഹൃത്തെ, നിങ്ങൾക്കറിയില്ല ഈ ഭൂമി മുഴുവൻ മലിനമാണ്, ഇവിടെ ചവിട്ടാൻ പറ്റുമോ, മാന്യന്മാർക്കെല്ലാം ചവിട്ടാൻ പറ്റിയ സ്ഥലമാണോ, എന്നെപ്പോലൊരു വിശുദ്ധന് ചവിട്ടാൻ പറ്റിയ സ്ഥലമാണോ? ഒരു കൂട്ടം ആളുകൾ അങ്ങനെയാണ്. ചിലർ മരത്തിലിരിക്കും, പകലെല്ലാം മരത്തിലിരിക്കുന്നതിനാണ്. അവിടെ ഇരുന്നെങ്കിലേ വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിങ്ങനെ അറിയാമല്ലോ, ഇന്ന് ഫാസ്റ്റിംഗ് ആണ് ചിലർ, അവർ ഫാസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് അച്ഛൻ ഇന്ന് പുറത്തോട്ട് വരത്തില്ല. സുഹൃത്തെ, ഇത് ഫാസ്റ്റിംഗ് ഉള്ളപ്പോൾ മാത്രം ഉണ്ടാകേണ്ടതല്ല ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ. മനുഷ്യരോട് ആരോടും മിണ്ടുകയില്ല, ആരോടും സഹകരിക്കുകയില്ല. ഇതൊക്കെ എന്തൊരു തരം വിശ്വാസമാണ് നിങ്ങൾ ഓർക്കുക. ചില ആളുകളുണ്ട് മറ്റുള്ള മനുഷ്യന് കൈ കൊടുക്കുകയില്ല, ഇയാളെന്തോ കൂടുതൽ വിശുദ്ധനാണ്, അതുകൊണ്ട് മറ്റുള്ള മനുഷ്യർക്ക് കൈ കൊടുക്കുകയില്ല. ചില ആളുകൾ അതുപോലെ മറ്റ് സഭയിൽപ്പെട്ട മനുഷ്യർക്ക് കൈ കൊടുക്കുകയില്ല, അവരുടെ വിശുദ്ധന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് സമൂഹത്തെയൊക്കെ മനസ്സിലായി കാണും. ഇത്തരം കാപഡ്യക്കാർ അത് തന്നെ എടുത്താൽ മതി, ആ ഒരു കമ്മ്യൂണിറ്റി എടുത്താൽ മതി. കാപഡ്യം നിറഞ്ഞ ഒരു വിശ്വാസം, അത് കൂടുതൽ ഞങ്ങളെന്തോ വിശുദ്ധരും ബാക്കി മനുഷ്യരെല്ലാം കുറവുള്ളവരുമെന്നുള്ള നിലയിലേക്ക് മനുഷ്യനെ അപഹസിച്ച് കാണുന്നൊരു മാനസികാവസ്ഥ. അവിടെ കർത്താവ് പോലും പരീശനോടും ശാസ്ത്രിയോടും അതുപോലെ തന്നെ ചുങ്കക്കാർക്കും പാവികൾക്കും ഒക്കെ അരികിൽ സഹകരിച്ച ഒരാളാണ്. കൂടുതലും ചുങ്കക്കാരോടും പാവികളോടും സഹകരിച്ചു. ഇനി ഇതാണ് പഠിക്കേണ്ട അടുത്തൊരു ഗ്രൂപ്പ്. ഇനി പഠിക്കേണ്ട അടുത്തൊരു ഗ്രൂപ്പ്, ഇവരെ മൊത്തം തീർന്നില്ല. ഇനി ഈ പരീശന്മാരെ കുറിച്ച് ഒന്നുകൂടി പറയട്ടെ. ഈ പരീശന്മാരെ വാസ്തവത്തിൽ കണ്ണ് കാണാത്ത പരീശൻ എന്നൊരു ഗ്രൂപ്പുണ്ട്. അതായത് ബ്ലൈൻഡ് ഫാരസീസ്, അന്ധപരീശൻ. ഈ കക്ഷികൾ കണ്ണങ്ങ് മൂടിക്കെട്ടും. കണ്ണ് മൂടിക്കെട്ടുന്നതിൻ്റെ കാരണം ലോകം മാത്രമല്ല, സ്ത്രീ ഒരു വലിയ വിഷയമാണ്. സ്ത്രീകൾ മഹാമോശപ്പെട്ട മനുഷ്യരാണ്. സ്ത്രീ കാരണം ഈ ലോകം ഇത്രയൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ കാണാതിരിക്കാൻ വേണ്ടി ഈ കണ്ണങ്ങ് മൂടിക്കെട്ടുക. എന്നിട്ട് വഴി സ്ഥലത്തു കൂടെ ഒക്കെ പോകുമ്പോൾ സ്ത്രീകളുണ്ടെങ്കിൽ മാറിപ്പോക്കോ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ വളവും തിരിവും വേലിയൊക്കെ ഉണ്ടെങ്കിൽ ഇവരതിൽ ചെന്ന് മുട്ടിയിട്ട് ശരീരം മുറിഞ്ഞ് ബ്ലഡ് ഒഴിക്കൊണ്ട് വരുന്ന അത് വിശുദ്ധിയുടെ കൂടുതലാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയും, എന്ത് ചെയ്യാം, സ്ത്രീകളല്ലേ ലോകം വിടുക, അതുകൊണ്ട് എനിക്ക് കണ്ണ് മൂടിക്കെട്ടി ജീവിക്കേണ്ടി വന്നു. ഇങ്ങനെ സ്ത്രീയെ പരിഹസിക്കുന്ന മനുഷ്യർ, നിസ്സാര കാര്യം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന മനുഷ്യർ, ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ആത്മീയത ഉയരം വല്ലാത്ത ഇറിറ്റേഷനായിരുന്നു. ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതിൽ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ചില ആളുകൾ ഇപ്പം ഈ സുവിശേഷ യോഗങ്ങളോ മറ്റ് മീറ്റിങ്ങുകളോ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭാഗം കേൾവിക്കാർക്കിടയിലുണ്ടെന്ന് വിചാരിക്കുക. അവരിതൊന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരെ മനഃപൂർവ്വം കുത്തുന്ന വിധത്തിൽ, അപഹസിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർക്ക് അവരുടെ ആത്മീക വർധന എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തനെ കുത്തി നോക്കുക, അപ്പോൾ കിട്ടുന്ന ഒരു സാഡിസ്റ്റ് സുഖമാണ്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് യോഗം ഭയങ്കരമാണ്, ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഈ പ്രവചനപരമുള്ള ഒരു സഹോദരി ഭർത്താവുമായിട്ട് ഒരു യോഗത്തിന് രണ്ടുപേരുടെ പോയി. ഭർത്താവ് പാസ്റ്ററാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ചെല്ലുമ്പോൾ അവിടെ ഒരു സഹോദരി ഇവരെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അവരുടെ എന്തോ ആകുലത കൊണ്ട് മൈൻഡ് ചെയ്യാത്തതാകാം. എന്നാലും ഈ ചെന്ന സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഈ ശുശ്രൂഷക്കാരി ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ, ഇന്ന് പ്രസംഗിക്കുമ്പം അവക്കിട്ട് വേണ്ട വിധത്തിൽ കൊടുത്തേക്കണം, ആവശ്യത്തിന് കൊടുത്തേക്കണം. ഇനി അതിനകത്ത് എന്തെങ്കിലും പോരായ്മ വല്ലതും ഉണ്ടെങ്കിൽ പ്രവചനത്തിൽ കൂടെ ഞാൻ ബാക്കി അവക്കിട്ട് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട്. ഇതൊക്കെ പരീശന്മാരുടെ ഒരു ലക്ഷണമാണ്. പരീശന്മാരെ തേടി ഇപ്പം നമ്മൾ ഇസ്രയേൽ വരെയൊന്നും പോകണ്ട. എൻ്റെ നിങ്ങളുടെ ഇടയിലൊക്കെ പരീശന്മാരുണ്ട്. ഞാനും നിങ്ങളും ചിലപ്പോൾ പരീശന്മാരായി തീരാറുണ്ട്. പരീശന്മാരെക്കാൾ അധപ്പതിക്കാറുണ്ട്. നമ്മൾ ശ്രേഷ്ഠരാണ് എന്ന് വരുത്തി തീർക്കാൻ മറ്റൊരുവനെ കൂടുതൽ ഇകഴ്ത്തി കാട്ടാറുണ്ട്. അത് നമ്മിലുമൊക്കെ ഈ സ്പിരിറ്റ് അറിയാതെ വരുമ്പോൾ നമ്മൾ ജയമെടുത്ത് പ്രാർത്ഥിക്കണം. അതിലും തൽക്കാലം പരീശനെ പറ്റി അത്രയും ഗ്രഹിക്കുക. അവരെ തിയററ്റിക്കലായിട്ടുള്ള ഒരു കാര്യം പറയാം. യേശുവിൻ്റെ കാലം എത്തുമ്പോഴേക്ക് ഈ പരീശന്മാർ രണ്ട് സ്കൂളുകളുണ്ടായിരുന്നു. സ്കൂളുകൾ ഞാൻ ഉദ്ദേശിച്ചത് അവർ രണ്ട് സ്കൂൾ നടത്തിയെന്നല്ല, മന്നം മെമ്മോറിയൽ ഹൈസ്കൂളെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫിലോമിന ഗവൺമെൻറ് LP സ്കൂളെന്നോ ഒന്നും പറഞ്ഞ് നടത്തിയെന്നല്ല. ഞാൻ പറഞ്ഞത് രണ്ട് സ്കൂളുകൾ, രണ്ട് ചിന്താധാര, രണ്ട് ക്ലാസ്സുകൾ, രണ്ട് തരത്തിലെ വീക്ഷണഗതി പുലർത്തുന്ന സമൂഹം ഇവർക്കിടയിലുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്കൂൾ എന്നൊരു പദം പറയും. അപ്പോൾ അത് ചിലർക്കറിയാം, ചില ആളുകൾക്ക് അതിൻ്റെ അർത്ഥം സ്കൂളായിട്ട് ധരിക്കും. സ്കൂളേ അല്ല, രണ്ട് ചിന്താധാരകൾ, രണ്ട് കാഴ്ചപ്പാടുകൾ, അത് ആണ് ഈ സ്കൂൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പരീശന്മാരുടെ ഇടയിലെ രണ്ട് സ്കൂളുകളിൽ ഒരു സ്കൂളിൻ്റെ പേര് ഹില്ലൽ സ്കൂൾ എന്നാണ്. HILLEL. ഹില്ലലാണ് ഒരു സ്കൂളെങ്കിൽ ഷമായിമാണ് അടുത്ത സ്കൂള്. ഹില്ലലും ഷമായിമും രണ്ട് എബ്രായ പദങ്ങളാണ്. അപ്പോൾ ഹില്ലൽ സ്കൂളുകളുടെ പ്രത്യേകത, ഹില്ലലുകൾ പൊതുവേ ഈ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്ന അലിഗറിക്കലായിട്ടാണ്. ഒന്നാമത്തെ കാര്യം അലിഗറിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പൗലോസൊക്കെ ഹില്ലലായിരുന്നു. ഹില്ലൽ ഗമാലിയൽ ഹില്ലലായിരുന്നു. ഹില്ലൽ സ്കൂളിലെ ഒരു ചിന്തകനായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വ്യാഖ്യാനിക്കുന്ന അലിഗറിക്കലി വ്യാഖ്യാനിക്കും. അതായത് അലിഗറി എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രതീകാത്മകം, അതായത് ലിറ്ററൽ മീനിങ്ങിന് അപ്പുറത്ത് ഒരർത്ഥം കണ്ടുപിടിച്ച് അത് സ്ഥാപിക്കുക. എക്സാമ്പിൾ,
ഇപ്പോൾ 10 കന്യകമാരുടെ ഉപമ, ആ ഉപമ അത് ഞാൻ പുതിയ പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടി. അതിൽ കാണുന്ന 10 കന്യകമാർ സഭകളാണ്. യേശു ക്രിസ്തു കാന്തനാണ്. എണ്ണ പോരാതെ വന്നു എന്ന് പറഞ്ഞാൽ ആത്മനിറവ് കുറഞ്ഞു പോയാണ്. ഇതാണ് രൂപകാർത്ഥത്തിൽ അല്ലെങ്കിൽ ഉള്ള അർത്ഥത്തിന് അപ്പുറത്തൊരർത്ഥം അതിലേക്ക് മെനയുന്നതിനാണ് നമ്മൾ ശരിക്കും അന്യാപദേശം, ഉപദേശമല്ല അന്യാപദേശം, അതതിൻ്റെ കറക്റ്റ് മലയാളം. അലിഗറി, സാഹിത്യത്തിലൊക്കെ അലിഗറി വലിയൊരു സങ്കേതമാണ്. അപ്പോൾ അലിഗറിക്കലായിരുന്നു ഇവരുടെ ഇൻ്റർപ്രിട്ടേഷൻ. അലിഗറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വേറൊരെണ്ണം കൂടെ എക്സാമ്പിൾ പറയാം. യേശു സഞ്ചരിച്ച 4 കഴുത, യേശു സഞ്ചരിച്ച കഴുതയുടെ 4 കാലുകൾ 4 സുവിശേഷമായിരുന്നെന്നും വാൽ അപ്പോസ്തല പ്രവൃത്തിയായിരുന്നെന്നും ഒക്കെയുള്ള തരത്തിലെ വ്യാഖ്യാനം. എന്നാൽ ഈ വ്യാഖ്യാനത്തിന് വലിയ അടിസ്ഥാനമില്ല, അത് ബേസ്ലെസ് ആണ്. കഴിവതും ഈ അലിഗറിക്കൽ വ്യാഖ്യാനങ്ങളെ വർജിക്കണം. അത് നമുക്ക് തമാശയാണ്, അതൊരു തരം നർമ്മത്തിനപ്പുറത്തേക്ക് അതിന് ഓട്ടമില്ല. പക്ഷേ പണ്ടത്തെ മനുഷ്യർ പലപ്പോഴും ഇതിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു, അതിലൂടെ മാത്രം അവർ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചിരുന്നു. അങ്ങനെ സമാഗമന കൂടാരത്തിലെ കുറ്റിക്കും കുളുത്തിനും എല്ലാം ഓരോ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിച്ചു. ബോവസും രൂത്തും ഒരുമിച്ച് രാത്രി അന്തി ഉറങ്ങുന്നത് സഭയുടെ എന്തോ വിശ്രാമമാണ് എന്നൊക്കെ നിലയിലേക്ക് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇതെല്ലാം ശരിക്കും ഈ അലിഗറിക്കലാണ്. അലിഗറി ആയിരുന്നു പരീശന്മാരുടെ വ്യാഖ്യാനങ്ങളുടെ പ്രത്യേകത. അലിഗറി ഉണ്ടായ ചരിത്രമൊക്കെ നമുക്ക് പിന്നീട് പറയാം, ഇവിടെ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഏതായാലും ഒന്ന് മനസ്സിലാക്കുക, ഈ കാണിക്കുന്നു ഇന്നതിനെ കാണിക്കുന്നു എന്ന് പറയുക, ഒരു കാര്യം കാട്ടിയിട്ട് ലിറ്ററലി അത് അതിനെ അല്ല കാണിക്കുന്നത് എന്ന് പറയുന്ന ഒരാശയമാണ് ശരിക്കും ഈ അലിഗറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പിടികിട്ടി കാണും. വാട്ട് ഈസ് അലിഗറി, അത് പിടികിട്ടി കാണും. അതായത് ഇൻറ്റൻറ്റഡ് മീനിങ്, ഓദർ ഇൻറ്റൻറ്റ് ചെയ്ത മീനിങ്ങിന് അപ്പുറത്തൊരു അർത്ഥം ആരോപിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കഥ കൂടി പറയാം, ഒരു സംഭവം കൂടി പറയാം. വ്യാഖ്യാനങ്ങളുടെ കഥ പറയുമ്പോഴാണ്. ഒരിക്കൽ മൈക്കിൾ ആഞ്ചലോ അദ്ദേഹം ഇങ്ങനെ തൻ്റെ ചിത്രം വരയ്ക്കുന്ന മുറിയിൽ ഈ ചിത്രരചന ഏർപ്പെട്ടിട്ട് അദ്ദേഹം എന്തോ ആവശ്യത്തിന് പുറത്ത് പോകുമ്പോഴേക്കും 2-3 സുഹൃത്തുക്കൾ കാണാനായിട്ട് വന്നു. സുഹൃത്തുക്കൾ വരുമ്പോഴേക്കും ഒരു ക്യാൻവാസിൽ അദ്ദേഹം ഇങ്ങനെ അലസമായി കുറേ വരയിട്ടിരിക്കുന്നു. കണ്ട ഒരാൾ പറഞ്ഞു, കണ്ടില്ലേ അദ്ദേഹം അലസമായി വരയിട്ടതുപോലും എന്തൊരു ഭംഗിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടു നിന്ന മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, അത് അലസമായ വരയല്ല, അത് അനന്തമായ നീലാകാശത്തിൻ്റെ ആ ഭംഗിയും കാർമേഘങ്ങളെയുമാണ് അദ്ദേഹം വരച്ചിട്ടതാണ്, അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം വെറുതെ വരച്ചതാണെന്ന്. അപ്പോഴേക്ക് രണ്ടാമൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് അലകടലിൻ്റെ ഓളങ്ങളെയാണ് അദ്ദേഹം വരച്ചിരിക്കുന്നത്. ഇവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആദ്യം പറഞ്ഞ പുള്ളിയും തിരുത്തി. പുള്ളി പറഞ്ഞു, ശരിയാകും, നിങ്ങൾ പറഞ്ഞായിരിക്കും ശരി, ഇതിലേതാണെന്നാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ നമ്മളുടെ ഈ ചിത്രകാരൻ വന്നു. അപ്പോഴേക്ക് ഇവർ ചോദിച്ചു, ആഞ്ചലോ ഞങ്ങൾക്കിങ്ങനൊരു സംശയം, അങ്ങീ വരച്ചത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും വരച്ചതല്ല, ഞാൻ മറ്റൊരു ചിത്രം വരച്ച ശേഷം ഈ ബ്രഷ് കഴുകി തുടക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് പലപ്പോഴും വ്യാഖ്യാനങ്ങൾ വഴിവിട്ടു പോകുന്നത്. അതായത് ഓദറിൻ്റെ ഇൻറ്റൻറ്റഡ് മീനിങ്ങിന് അപ്പുറത്തേക്ക് പ്രസംഗകൻ അർത്ഥം ആരോപിച്ച് കയറ്റുക. അങ്ങനൊരു കാര്യം പൗലോസോ പത്രോസോ ഒന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളത് ആരോപിച്ച് സ്ഥാപിക്കുക. ഇതിന് അവർ മറ്റെന്തെങ്കിലുമൊക്കെ ചില ഉപാധികൾ കണ്ടുപിടിക്കുക. ആത്മാവ് പറഞ്ഞു, ആത്മാവ് ഹേമിച്ചു, അത് ഇന്നത്തെ പുതിയ പഠനം അതിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഠനങ്ങളെല്ലാം എതിർക്കും. പക്ഷേ അവർക്കിത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാനായിട്ട് കാണത്തില്ല. ഏതായാലും അലിഗറി ആയിരുന്നു ഈ പരീശന്മാരുടെ ഒരു വ്യാഖ്യാന രീതി, പരീശന്മാരിലെ ഹില്ലലുകളുടെ ഒരു വ്യാഖ്യാന രീതി. അപ്പോൾ മാത്രമല്ല, ഇവരായിരുന്നു ഏത് നിസ്സാര കാര്യവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന ആ സമ്പ്രദായമൊക്കെ ശീലിച്ചിരുന്നത്. മാത്രമല്ല, ഇവർ കീഴ്വഴക്കങ്ങൾക്കോ ആചാരങ്ങൾക്കോ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അപ്പോൾ കാണുന്നതിന് കട്ടിയായിട്ട് ഒരു നിയമം അങ്ങ് എടുക്കുക. അങ്ങനെയാണ് ഏത് നിസ്സാര കാര്യം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നത്. കീഴ്വഴക്കോ ആചാരങ്ങളോ അല്ല പ്രധാനം, മറിച്ച് ഇവർ ഇങ്ങനെ അലിഗറിക്കലി കാര്യങ്ങളെ കാണുക, അപ്പോഴേ ആക്ഷൻ എടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു. അവരുടെ അലിഗറിക്കൽ വ്യാഖ്യാനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സംഭവം ഒതുങ്ങുന്നില്ല എങ്കിൽ അപ്പോഴേ ആക്ഷൻ, ഇത്തരത്തിലൊക്കെയുള്ള ഭയങ്കര കടുകെട്ടി. ഇതാണ് പൗലൂസിൻ്റെ തീവ്രതയുടെയും തീഷ്ണതയുടെയൊക്കെ ഒരു കാര്യം എന്നുകൂടി ഓർത്തുകൊള്ളണം. ഇനി നമുക്ക് ഈ ഹില്ലലിനെ വിടാം. ഹില്ലലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഷമായിയെക്കുറിച്ച് കൂടി പഠിക്കണമല്ലോ, രണ്ടും പരസ്പര പൂരകമാണ്. ഈ ഷമായി എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത പറയാം. അവർ അലിഗറിക്കലല്ല, ലിറ്ററൽ അർത്ഥമാണ് എടുക്കുന്നത്. അതായത് ഒരു വാക്യമെടുത്താൽ അതിൽ കിടക്കുന്ന അർത്ഥം, ഞാനൊക്കെ അങ്ങനെയാണ്. കാരണം കിടക്കുന്ന അർത്ഥത്തിനപ്പുറത്ത് നമ്മൾ അർത്ഥം ആരോപിക്കില്ല, അല്ലെങ്കിൽ ബൈബിളിൽ അതിന് കൃത്യമായ തെളിവ് വേണം. ആ തെളിവുകളെ പൂരിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങൾ വേണം, കോണ്ടക്സ്റ്റുകൾ വേണം. ഇതൊന്നുമില്ലാതെ നമുക്ക് ബൈബിൾ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല. അത് കേൾക്കാനൊക്കെ ഇമ്പമായിരിക്കാം, പക്ഷെ അത് ആത്യന്തികമായിട്ട് ഒരു ബൈബിൾ പഠിതാവിന് ശുഭകരമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഈ ഷമായിമിൻ്റെ ബൈബിൾ വ്യാഖ്യാന രീതിയാണ് എനിക്ക് ഏതാണ്ട് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്. പരീശന്മാർക്കിടയിൽ ഷമായിം ലിറ്ററലായിരുന്നു. അടുത്ത ഷമായിമിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർ ഓർത്തഡോക്സി ആയിരുന്നു കുറേ, എന്ന് വെച്ചാൽ പാരമ്പര്യങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു.
പാരമ്പര്യങ്ങൾ, കീഴ്വഴക്കങ്ങൾ, അങ്ങനെയുള്ള ചില ഒരുതരം കൺസർവേറ്റീവായിരുന്നു. അതാണ് കറക്റ്റ്, കൺസർവേറ്റീവായ മനുഷ്യരായിരുന്നു. യഥാസ്ഥിതികമായൊരു ബോധം അവരെ ഭരിച്ചിരുന്നു. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്നും ഇളക്കിക്കളയാൻ, അതിൻ്റെ അടിസ്ഥാനങ്ങളെ ഒന്നും ഇളക്കിക്കളയാൻ അവരിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ അടിസ്ഥാനങ്ങളെ കൃത്യം ഉറപ്പിച്ചു വരികയും അതിലൂടെ അവർ കാര്യാദികൾ അവരുടെ വീക്ഷണഗതികളെ ബിൽഡപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ച ഒരു സമൂഹമാണ് ഷമായിയും ഹില്ലലും ചേരുന്ന പരീശപക്ഷം. ഇപ്പോൾ ഒന്നാമത്തെ സദൂക്യര്, 2 പരീശന്മാർ. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശാസ്ത്രിമാരാണ്. ശാസ്ത്രിമാർ വാസ്തവത്തിൽ ഈ ബൈബിളിൻ്റെ അന്നത്തെ പഴയ നിയമത്തിൻ്റെ ഒക്കെ കോപ്പി എഴുതാൻ അധികാരമുള്ള, ലൈസൻസുള്ള, അംഗീകരിക്കപ്പെട്ട ചിന്തകന്മാരായ, പണ്ഡിതന്മാരായ മനുഷ്യരായിരുന്നു. അവർക്ക് മാത്രമേ ഇതിൻ്റെ പകർപ്പെഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. പലതരം നിയമാവലികൾ പാലിച്ചുകൊണ്ട് വേണം പഴയ നിയമത്തിൻ്റെ പകർപ്പെഴുതാൻ. ആ പകർപ്പെഴുതുന്ന ആളിന് വലിയ സ്ഥാനമായിരുന്നു സമൂഹത്തിൽ. കാരണം അവർ ഈ പകർപ്പെഴുതുന്ന വേളയിൽ യാതൊരു കാരണവശാലും മഹാരാജാവ് കടന്നു വന്നാൽ പോലും അവർക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല. അവരെ ജോലിയിൽ തന്നെ തുടരണം. മഹാരാജാവിനെ അഭിവാദ്യം ചെയ്യാൻ പോലും പാടില്ല. അങ്ങനെയൊക്കെ നിയമമുള്ള ആൾക്കാരായിരുന്നു ഈ ശാസ്ത്രിമാർ. അവർക്ക് മിക്കവാറും ഇതിലെ അക്ഷരങ്ങളുടെ എണ്ണം പോലും അറിയാം. ഓരോ അധ്യായത്തിൽ എത്ര അക്ഷരമുണ്ട് എന്നുപോലും കൃത്യമറിയാം. അങ്ങനെ കൃത്യമായി ഈ പുസ്തകവുമായി നല്ല ടച്ചുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരായിരുന്നു ശാസ്ത്രിമാർ. അപ്പോൾ ഈ ശാസ്ത്രിമാരോടായിരുന്നു ആളുകൾ സംശയം ചോദിക്കുന്നത്. ബൈബിളിലെ അന്നത്തെ പഴയ നിയമത്തിലെ സംശയങ്ങൾ അത് എവിടെ കിടക്കുന്നു, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ ഹെരോദാവ് മറ്റേ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ച് വിദ്വാൻമാർ വരുമ്പോൾ പണ്ഡിതന്മാരെ വരുത്തിക്കൊണ്ട് ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നത് അത് യഹൂദിയായിലെ ബേത്ലഹേമിലാണ് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നത് ഇത്തരം ശാസ്ത്രിമാരോടായിരുന്നു. ശാസ്ത്രിമാർ അടിസ്ഥാനപരമായിട്ട് നല്ല ടച്ച്, നല്ല അറിവ് ഇതിനകത്തുള്ള കക്ഷികളായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അഹങ്കാരം അവരെ ഭരിച്ചിരുന്നു. അവരിൽ ഉള്ള ആളുകൾ ആയിരുന്നു ഏറ്റവും അധികം യേശുവിനെ വളരെ മോശമായിട്ട് കരുതിയത്. പക്ഷേ ഇത് കണ്ട് ജനം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അത്രേ സംസാരിച്ചത്. ഇങ്ങനെ പറയാൻ കാരണം ഇത്രയും സ്കോളർഷിപ്പ് ഇവർക്കുണ്ടെങ്കിലും ഇവർ തങ്ങളിലുള്ള ആ സംവാദ രീതിയുടെ കാഠിന്യ നിമിത്തം അതോ ശരി ഇതോ ശരി എന്ന് ഉറപ്പില്ലാത്ത വിധം ജനങ്ങളെയും തെറ്റിച്ചു, അവരും തെറ്റിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള രീതി ഉണ്ടായിരുന്നു. അതിനാണ് കപടഭക്തന്മാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ എന്നൊക്കെ യേശു വിളിക്കുന്നത്. അതിനാണ് ഇവർ കാപട്യമായിരുന്നു. ഇവരും ഒരു ആത്മാർത്ഥത ഇത്തരം വിഷയങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്കിന്നും കാണാൻ പറ്റുന്നുണ്ട്. അവർ പണ്ഡിതന്മാരാണ്, പലതരത്തിൽ കഴിവുണ്ട്, അവർക്ക് പക്ഷേ ആത്മാർത്ഥതയില്ല. ഈ വിഷയത്തോട് ആത്മാർത്ഥതയില്ല, അവർ ചെയ്യുന്ന മിനിസ്ട്രിയോട് ആത്മാർത്ഥതയില്ല. അത് വിശേഷിച്ച് നമ്മുടെ ഇടയിലൊക്കെ മിക്ക ആൾക്കാർക്കിടയിലും ഇങ്ങനെയുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും. അവർക്ക് അറിവില്ലായ്മയൊന്നും അല്ല കാര്യം. ചിലപ്പോൾ അവരുടെ സാമ്പത്തികമായ മോഹങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, പേരും പെരുമയ്ക്കും വേണ്ടി അവർ സ്വയം ക്രിസ്തുവിനെ മാറ്റി, ദൈവികതയെ മാറ്റി, ആത്മീയതയെ മാറ്റി സ്വയം അവരെ തന്നെ പ്രതിഷ്ഠിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ കൂട്ടർ ഈ ശാസ്ത്രിമാരാണ്. ഇവരായിരുന്നു പാപ്പിറസ് ലിഖിതങ്ങളിലും പാപ്പിറസിൻ്റെ ചുരുളുകളിലും പാർച്ച്മെൻസിലും, അതായത് മൃഗത്തോലികളിലും, അതുപോലെ മറ്റ് എഴുത്തുഫലകങ്ങളിലും ബൈബിളിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ കോപ്പി നിയതമായ രീതിശാസ്ത്രങ്ങൾ അനുസരിച്ച് എഴുതി വെക്കുകയും അത് പകർത്തി കൊടുക്കുകയും അത് വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന അധികാരം ശാസ്ത്രിമാരിൽ നിക്ഷിപ്തമായിരുന്നു. അപ്പോൾ 3 കൂട്ടരെ പറ്റി പറഞ്ഞു. 3 നിങ്ങൾക്ക് പിടികിട്ടി എന്ന് കരുതുന്നു. ഇനി 4ാമത് ഒരു കൂട്ടരുണ്ട്, എരിവുകാർ എന്ന് കാണും. ഈ എരിവുകാർ ഒരുതരം നമ്മുടെ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന പോലെ ടൈപ്പാണ്. കാരണം ഇവരെ പറയും മശിഹ വരുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഒരു മശിഹ വരും, നമ്മളെ പാവത്തിൽ നിന്ന് വീണ്ടെടുക്കും, നമുക്ക് ഒരു രാജ്യം തരും, ഇന്നത്തെ നമ്മുടെ അടിമത്തം മാറും എന്നൊക്കെ യഹൂദന്മാരിൽ ഭൂരിപക്ഷം പേരും വിശ്വസിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞത് മശിഹ വരുന്നെങ്കിൽ വരട്ടെ, നമ്മൾ മശിഹ വരുന്നതിന് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തം ഇല്ലായിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്കൊരു രാഷ്ട്രം വേണം, നമുക്കൊണ്ട് പടവിടണം, നമുക്ക് ആയുധം സ്വരുക്കൂട്ടണം, നമുക്ക് റോമൻ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ഹെരോദാവിനെ അട്ടിമറിക്കണം, പീലാത്തോസിനെ അട്ടിമറിക്കണം, നമ്മുടെ ഭൂപ്രദേശം നമുക്ക് കിട്ടണം. ഇങ്ങനെ ഒരു സ്വതന്ത്ര യഹൂദ രാഷ്ട്രത്തിന് വേണ്ടി ആയുധമെടുത്തും അടരാടുന്ന ഒരുതരം പോരാളികളായിരുന്നു ശരിക്കും എരിവുകാർ എന്ന് പറയുന്നത്. എരിവുകാരനായ ഷിമോൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ശരിക്കും പൊളിറ്റീഷ്യനാണ്. ഒരുതരം പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിന്ന ആൾക്കാരായിരുന്നു ഇവർ, സെലറ്റ്സ്. അപ്പോൾ സെലറ്റ്സ് ഉണ്ട്, ഫാരസീസ് ഉണ്ട്, സ്ക്രൈബ്സ് ഉണ്ട്, ദെൻ സാദുസീസ് ഉണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന പ്രധാനപ്പെട്ട ഈ 4 കൂട്ടർ. ഇനിയൊക്കെ ഒത്തിരി പേരുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതാണ് മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ പറഞ്ഞാൽ ഒരാളായിരിക്കും. പിന്നെ അക്കാലഘട്ടത്തിൽ ഈ മഹാപുരോഹിതന്മാർക്കിടയിലും പ്രായം കഴിഞ്ഞിട്ട് റിട്ടയർ ആകാത്ത ആളുകളൊക്കെ ഇരുന്നു. അവർ തമ്മിൽ തർക്കം ഉണ്ടായിട്ട് ഒരേ സമയത്ത് അന്നാസും കയ്യഭാഗമൊക്കെ ഇരുന്ന ഒത്തിരി സന്ദർഭമുണ്ട്. അധികാര തർക്കങ്ങൾ അന്നുണ്ട്. അതൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ കീഴിൽ പുരോഹിതന്മാരുണ്ട്. പിന്നെ വേറെ കൂട്ടരാണ് ദേവാലയത്തിലെ പടനായകന്മാർ. അതായത് ഈ ജെറുസലേം ടെമ്പിൾ സംരക്ഷിക്കുന്ന കുറേതരം ആൾക്കാർ. അപ്പോൾ പള്ളിക്ക് പോലും വലിയ പടനായകന്മാർ വേണം. നാനാര് ചോദിച്ച പോലെ ഇത്ര പോലീസിൻ്റെ വിന്യാസം കുറഞ്ഞപ്പോൾ പരാതി വന്നു. എവിടെയോ
ക്ഷേത്രത്തിന് ചുറ്റും പോലീസിനെ കിട്ടാതെ വന്നപ്പോൾ നയനാർ മുഖ്യമന്ത്രിയായപ്പോൾ ചോദിച്ചപ്പോൾ ഭഗവാൻ എന്തിനാണോ പാറാവെന്ന് ചോദിച്ചു. ദൈവത്തെ സംരക്ഷിക്കാൻ എന്തിനാണ് ഈ പാറാവ്, ഇത്രയും പേരെ സംരക്ഷിക്കാൻ, ഇന്ന് സകലത്തെ സംരക്ഷിക്കാൻ ദൈവത്തിന് പാറാവ് വേണമെന്നൊക്കെ ചോദിച്ചൊരു കാലമുണ്ട്. പക്ഷേ ദേവാലയത്തിൽ പടനായകന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് യേശു എപ്പോഴും സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത്. അത് കൂടാതെ അന്നത്തെ ചില സ്ഥാപനങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പഠിക്കുന്നില്ലതാണ്. നമുക്ക് ഒത്തിരി വേണ്ട. ഒന്ന് നിലനിന്നിരുന്ന യെരുശലേം ദേവാലയമാണ് അവിടുത്തെ സ്ഥാപനം. ഈ സ്ഥാപനത്തെയൊക്കെ ചുറ്റിപ്പറ്റി ഒട്ടേറെ ചിന്തകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഇത് മുഴുവൻ തോന്നുന്നു. യെരുശലേം ദേവാലയം എന്നൊരു സ്ഥാപനം, സിനഗോഗ് എന്നുള്ള വേറെ സ്ഥാപനങ്ങളുണ്ട്. യെരുശലേം ദേവാലയം എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവരുടെ മന്ദിരമാണ്, അവരുടെ ദേവാലയമാണ്. അതിനൊത്തിരി വലിയ ചരിത്രമുണ്ട്, അത് നിങ്ങൾക്കറിയാം. അത് സോളമൻ പണി കഴിപ്പിച്ചു, നെബൂഖദ്നേസർ 606 പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം അത് സെരുബാബേൽ പുനർനിർമ്മിച്ചു. ആ പുനർനിർമ്മിച്ചത് കാലപ്പഴക്കം കൊണ്ട് ഏതാണ്ടൊക്കെ തകർന്നപ്പോൾ ഹെരോദ രാജാവ്, മഹാനായ ഹെറോദ ദ ഗ്രേറ്റ് പുനർനിർമ്മിച്ചു. ആ ദേവാലയമാണ് യേശുവിൻ്റെ കാലത്ത് നിലനിന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വരുന്ന ആളുകളും മഹാപുരോഹിതനും ഒക്കെ കൂടി ഇതൊരരങ്ങാണ്. അവിടെ പ്രധാനപ്പെട്ട 7 ഉത്സവങ്ങൾ നടക്കുന്നു. ഇടയ്ക്ക് മറ്റേ പ്രതിഷ്ഠോത്സവം നടക്കുന്നു. ഗംഭീരമായ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ദേവാലയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില അത്യാവശ്യ സംഗതികളാണ്. ഇനി സിനഗോഗ് എന്നുണ്ട്. എന്താ സിനഗോഗ് എന്ന് ചോദിച്ചാൽ, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ എപ്പോഴും ആലയത്തിൽ വരാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒത്തുകൂടാനുള്ള ഇടമാണ് സിനഗോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചില പള്ളികൾക്കൊക്കെ ചാപ്പലുണ്ടല്ലോ, ആ ചാപ്പലിൽ പ്രധാനപ്പെട്ട വർഷിപ്പൊന്നും കാണൂല, ഇടക്കൂട്ടങ്ങളൊക്കെ കൂടാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ പണ്ട് ദൂരങ്ങളിലൊക്കെ ചർച്ച ആയിരുന്നപ്പോൾ കുട്ടികൾക്ക് സൺഡേ സ്കൂൾ പഠിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഇടത്താവളം ഇതുപോലുള്ള സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനഗോഗ് സൂക്ഷിക്കുന്ന ഒരു കുടുംബം കാണും. അതിനെ ഈ പള്ളി പ്രമാണി എന്നൊക്കെ പറയുന്നത്, അയാളാണത് നോക്കി നടത്തുന്നത്. അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ അദ്ദേഹമായിരിക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ ആണ് അലമാരയ്ക്കുള്ളിൽ ഈ വിശുദ്ധ ലിഖിതങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു എടുത്ത് വായിച്ചു എന്നൊക്കെ പറയുമ്പം ഇതാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓർമ്മ വരേണ്ടത്. അപ്പോൾ നമുക്കിനി പുസ്തകത്തിനുള്ളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞവയെ ഒന്ന് ചുരുക്കാം. ഒന്നാമതായിട്ട് ഞാൻ യോഹന്നാൻ എന്ന എഴുത്തുകാരനെ പറ്റിയാണ് പറഞ്ഞത്. രണ്ടാം ഭാഗത്ത് ഞാൻ പറഞ്ഞത് അക്കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട യഹൂദ വിഭാഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. യഹൂദ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫാരസീസ്, സാദുസീസ്, അതുപോലെ എരിവുകാർ, സ്ക്രൈബ്സ് അഥവാ ശാസ്ത്രിമാർ. ഈ 4 കൂട്ടരെ പറ്റി ഒരു നല്ല ഗ്രാഹ്യം നിങ്ങൾക്കുണ്ടാകണം. ആ പഠനം വളരെ പ്രയോജനപ്രദമായി തീരും. അടുത്തത് ഇവർക്കിടെ അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ എന്ന് യെരുശലേം ദേവാലയം, 2 സിനഗോഗ് എന്നുള്ളതാണ്. ഇനി അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ നമുക്കൊന്ന് പഠിക്കാം. അതുകൂടെ ഒന്ന് പഠിക്കാൻ തോന്നുന്നു. പുസ്തകത്തിനുള്ളിൽ കിടക്കുന്നതിന് മുമ്പ് അതുകൂടെ ഒന്ന് പഠിച്ചു. രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണെന്നാണ്. അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഈ 120 മൈൽ വരുന്ന പാലസ്തീനിയ, ഈ പാലസ്തീനിയ മുഴുവൻ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലാണ്. നമ്മുടെ തിരുവിതാംകൂർ എങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു അതുപോലെ ഇതേപോലെ തന്നെ. അപ്പോൾ ബ്രിട്ടൻ്റെ കീഴിലിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു രാജാവുണ്ട്. പക്ഷേ ആ രാജാവിൻ്റെ സകല തീരുമാനങ്ങളും ബ്രിട്ടൻ വേണേ പൊളിച്ചെഴുതും. ബ്രിട്ടനാണ് അധികാരം. അപ്പോൾ ബ്രിട്ടൻ ഇങ്ങോട്ട് ഒരു കേണൽ മൺട്രോയെ, അതല്ലെങ്കിൽ ഒരു ദിവാനെ, മാധവറാവുവിനെ പോലൊരു ദിവാനെ ഒക്കെ നിയമിക്കും. മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലൊക്കെയാണ് പണ്ട് നമ്മൾ കഴിഞ്ഞ്. അപ്പോൾ ഇവിടേക്ക് ഗവൺമെൻറ് അയക്കുന്ന ഒരു പ്രതിനിധി കാണും. ആ പ്രതിനിധിക്ക് ഭയങ്കര അധികാരമാണ്. പേരുകൊണ്ട് രാജാവാണ് വലിയ പുള്ളിയെങ്കിലും ഈ പ്രതിനിധിക്ക് ഭയങ്കര അധികാരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം അന്നും നിലനിന്നിരുന്നു. അപ്പോൾ ലോകം മുഴുവൻ അന്ന്, ലോകത്തിലെ മഹാഭൂരിപക്ഷ സ്ഥലങ്ങൾ അന്ന് റോമിൻ്റെ കീഴിലാണ്. റോമിൻ്റെ കീഴിൽ യഹൂദന്മാർ അടിമകളായി കഴിഞ്ഞു. പക്ഷെങ്കിൽ ഇവർ ഇവരുടെ പ്രധാനപ്പെട്ട സ്ഥലം യെരുശലേം ദേവാലയം ഉൾക്കൊള്ളുന്ന ആ ഭൂപ്രദേശം യഹൂദ്യ എന്ന് പറയുന്ന ഇടത്ത് ജൂതന്മാരുടെ അംഗസംഖ്യ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ദേവാലയവും ആ പരിസര പ്രദേശങ്ങളും അവർ നല്ല നിലയിൽ ഹോൾഡ് ചെയ്തു. അതിനകത്തേക്ക് മറ്റാരെയും കയറ്റാത്ത വിധത്തിൽ അവരതിനെ പ്രിസർവ് ചെയ്തു, വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തു. അകത്തോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അവരുടെ മാത്രം ഒരു ആധിപത്യമുള്ളത് കൊണ്ട് റോമൻ പടയാളികൾക്കോ റോമക്കാർക്കോ കയറാൻ പറ്റില്ല, ചെറുക്കുമായിരുന്നു അവർ. അങ്ങനെയാണ്. അപ്പോൾ അവിടെ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യാനായിട്ട് പറ്റാത്ത വിധം ഇവർ പൊളിറ്റിക്കലി ഈ പർട്ടിക്കുലർ പ്രദേശത്ത് ബലമായിരുന്നു. അതുകൊണ്ട് ഈ ദേവാലയം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയമായ നിഗൂഢ ചർച്ചകൾ ഒക്കെ നടന്നിരുന്നു എന്നാണ് റോമക്കാരുടെ സംശയം. അത് കുറേ ശരിയുമാണ്. കാരണം ഇവിടേക്കാരും വരത്തില്ല, ഇവിടെ നിന്നൊന്നും ചോരാനുമില്ല. കാരണം ഇവരിവിടെ വന്നിരുന്ന് ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന കാര്യവും അവരെ പൊളിറ്റിക്കലി ഉള്ള തീരുമാനങ്ങളൊക്കെ ഈ സ്ഥലത്തിരുന്ന് ഇങ്ങനെ എടുക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ റോമിൻ്റെ അന്നത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു ചക്രവർത്തി,
ചക്രവർത്തിക്ക് കീഴിൽ ആയിരക്കണക്കിന് നാട്ടുരാജാക്കന്മാർ. ഈ നാട്ടുരാജാക്കന്മാർ പണ്ടേ ഉള്ളവരാണ്. അവരുടെ അധികാരം അങ്ങ് അംഗീകരിച്ചു കൊടുക്കും. അത് ബ്രിട്ടീഷുകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൊച്ചി രാജാവ്, കൊല്ലം രാജാവ്, മലബാർ രാജാവ്, ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറയുന്ന പോലെ അവരെ അംഗീകരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവരെ വിശ്വാസം പോരാ. അതുകൊണ്ട് ഒരു ഗവർണറെ കൂടി വെക്കും. അന്ന് യഹൂദന്മാർ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തെ ഭരിച്ച ആളാണ് ശരിക്കും ഹെരോദ എന്ന് പറയുന്നത്. അത് ഹെരോദ എന്നൊരാളുടെ പേരല്ല. ഹെരോദ എന്ന് പറയുന്നത് ഒരു രാജവംശത്തിൻ്റെ പേരാണ്, രാജകുലത്തിൻ്റെ പേരാണ്. ഒത്തിരി ഹെരോദാക്കന്മാരുണ്ട്. ഹെരോദ ഗ്രേറ്റ് ഉണ്ട്, മഹാനായ ഹെരോദയുണ്ട്. ഹെരോദ് ഫിലിപ്പുണ്ട് മറ്റൊരാൾ. അതാണ് ഫിലിപ്പിൻ്റെ കൈസറിയ എന്നൊക്കെ പറയുന്ന ഭാഗം വരുമ്പോൾ നമുക്കത് പഠിക്കാം. ഹെരോദ് മറിയാംനെ എന്നൊരാളുണ്ട്. മറിയാമ്മ അല്ല, മറിയാംനെ എന്നൊരാളുണ്ട്. ഹെരോദ് അന്തിപ്പാസ് ഉണ്ട്. ഒത്തിരി പേരുണ്ട്. ഇത് ഹെരോഡിയൻസ് ഒരു കുടുംബമാണ്. ഇവർക്ക് തലമുറകളായി കിട്ടിയ ഒന്നാണ് ശരിക്കും ഈ രാജപദവി. വാസ്തവത്തിൽ ഇത് റോമക്കാരല്ല. ഹെരോദാവ് റോമക്കാരനല്ല, ഹെരോദാവ് യഹൂദനുമല്ല. പിന്നെന്താണ്? ഹെരോദാവ് ശരിക്കും നമ്മളുടെ ഏശാവിൻ്റെ വംശാവലിയിൽ പെട്ട ആളാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമകനാണ്. മനസ്സിലായല്ലോ? ആ തലമുറയിൽപ്പെട്ട ആളാണ്. പരിച്ഛേദനയൊക്കെ ഉള്ള ആളാണ്. കാരണം അബ്രഹാമിന് പരിച്ഛേദനയുണ്ട്. ആ തലമുറയിൽ വരുന്ന ആളാണ് ഹെരോദ. ഇപ്പുറത്തെ യഹൂദന്മാരാരാണ്? യാക്കോബിൻ്റെ കൊച്ചുമക്കളാണ്. അപ്പോൾ ഏശാവിൻ്റെ കൊച്ചുമക്കളും യാക്കോബിൻ്റെ കൊച്ചുമക്കളും. ഇവിടെ ഒരു വിധി വൈപരീത്യം. അന്ന് എന്താണ് ഇസാക്ക് പറയുന്നത് അറിയണ്ടേ? നീ നിൻ്റെ സഹോദരനെ ഭരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കുക. ആരാണ്? ഇപ്പോൾ ഏശാവിൻ്റെ കുടുംബമായ ഹെരോദാക്കന്മാർ ഇസ്രായേൽ മക്കളെ ഭരിക്കുകയാണ്. എന്തിനാണ് ഇവരെ അംഗീകരിക്കുന്നത് അറിയണ്ടേ? ഇവർക്കൊത്തിരി സ്വാധീനമുണ്ട് മറ്റൊരുടെ മീതെ. എന്താണ് കാരണം? സ്വാധീനം വരാൻ കാരണം ഇവർക്ക് യഹൂദന്മാരുടെ രീതികളെല്ലാം അറിയാം. പള്ളിയിൽ പോകാം, ദേവാലയത്തിൽ പോയാൽ വിലക്കാൻ പറ്റില്ല. കാരണം പരിച്ഛേദനയുണ്ട്. അബ്രഹാമിൻ്റെ മക്കളാണ്. അവർക്ക് ടെമ്പിളിലേക്ക് ചെല്ലാം. ടെമ്പിളിൽ അലൗഡായ സ്ഥലമുണ്ട്, അവിടെ വരെ ചെല്ലാം. അപ്പോൾ ഇതായിരുന്നു ഹെരോദാക്കന്മാർ. അപ്പോൾ ഈ ഹെരോദാക്കന്മാർ ഭരിക്കുമ്പോൾ റോമക്കാർക്ക് പറയണം, അവിടെ ആഭ്യന്തര പ്രശ്നം ഉണ്ടായാൽ നിങ്ങളുടെ ഒരു രാജാവല്ലേ, അദ്ദേഹത്തിന് അറിയാമല്ലോ കാര്യമൊക്കെ, നിങ്ങൾ അവിടെ ഡീൽ ചെയ്യാൻ പറഞ്ഞ് ഈ തലവേദന അങ്ങോട്ട് എടുക്കാൻ കൈസർ ഇഷ്ടപ്പെട്ടില്ല, ചക്രവർത്തിമാർ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇത് തീർക്കണം. അപ്പോൾ തന്നെ നികുതി പിരിവ്, പലവിധ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഹെരോദാവിനെ ചക്രവർത്തിമാർക്ക് അത്ര വിശ്വാസം പോരാ. അതിനൊരുത്തനെ ആക്കി വയ്ക്കും. അതാണ് ഗവർണർ. ആ ഗവർണർ പക്ക റോമക്കാരനായിരിക്കും. അതാണ് പീലാത്തോസ്. അപ്പോൾ പീലാത്തോസ് റോമക്കാരനും ഹെരോദാവ് ഏശാവ്യനും ഭരിക്കുന്നത് യഹൂദന്മാരെയും. ഇതാണ് എൻ്റെ സിസ്റ്റം. നിങ്ങൾക്ക് പിടികിട്ടി കാണും. അന്നത്തെ പൊളിറ്റിക്കൽ സ്ഥിതിവിശേഷത്തിൻ്റെ ഗൗരവം പിടികിട്ടി കാണും. അത്ര സങ്കീർണമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കർത്താവ് പ്രസംഗിക്കേണ്ടത്. അവിടെയാണ് ശിഷ്യന്മാരെ മോൾഡ് ചെയ്തെടുക്കേണ്ടത്. എത്ര റിസ്ക്കാണ് ഈ അന്തരീക്ഷമെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് പിടികിട്ടി കാണും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പര്യവസാനിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കിക്കൂ. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാനുള്ള ചില പശ്ചാത്തലങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ് അനുഗ്രഹമായി എന്ന് കരുതുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ചില നോട്ടുകളിടും, ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഇടും. നിങ്ങളത് കണ്ട് എത്തി അത് പൂരിപ്പിച്ച് നിങ്ങളുടെ വർക്ക് ബുക്കിൽ തന്നെ സൂക്ഷിക്കണം. അത് നമ്മുടെ ക്ലാസ് കഴിയുന്ന ഘട്ടത്തിൽ അതിൻ്റെ നിലവാരമനുസരിച്ച് നമുക്ക് ഗ്രേഡിംഗ് ഉണ്ട്. ഏതായാലും എല്ലാം സന്തോഷകരമായിരിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒക്കെയുള്ള കമൻസ് നിങ്ങൾക്കിവിടെ ഇടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് ഉപസംഹരിക്കും.